അപ്പോൾ ഞാൻ എന്തായിരുന്നു ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ അതിനെക്കുറിച്ച് എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കാത്തിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പോയ സമയത്ത് ഡോക്ടർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അതിന് നമ്മൾ നേരെ ടോക്കൺ എടുത്തു കേട്ടോ. ഇന്ന് നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ. അപ്പോൾ ഏട്ടൻ പോയിട്ട് ആദ്യം ടോക്കൺ എടുത്തു. ടോക്കൺ മീൻസ് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം, അതൊന്ന് കാണിക്കണം, നമ്മുടെ ലിസ്റ്റ് അവിടെ കൊടുക്കണം. അപ്പം ഞാൻ അവിടെ സീറ്റിലിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. എന്നോട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോൾ ഏട്ടനോട് വന്നിട്ട് ഇരിക്കാൻ പറ്റും, അങ്ങനെ ഏട്ടനും അടുത്ത് വന്നിട്ടിരുന്നു കേട്ടോ. ആദ്യം എനിക്കില്ലേ എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ ഒന്നാമത് എനിക്ക് എൻ്റെ കൈയിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാവരും എന്നെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൈ അനക്കുന്നില്ല എന്നില്ല എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കൈ അനക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആ ഒരു ഇഷ്യൂസ് കൊണ്ടാണ് ഞാൻ കൈ അനക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു മനസ്സിൽ. ഡോക്ടർ വരാൻ ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ച് പുറത്തിറങ്ങി ഒന്ന് ചായ കുടിക്കുക, കുറച്ച് റിലാക്സ് ആവാമെന്ന് വിചാരിച്ചു. എനിക്ക് അമ്മ അതിൽ പേടിയായിരുന്നു കേട്ടോ. മുമ്പ് വന്നപ്പോഴെല്ലാം അമ്മേരപ്പുറം വന്നപ്പോൾ അപ്പുറത്തു നിന്നായിരുന്നു ചായ കുടിച്ചിരുന്നത്, അതിനകത്ത് നിന്ന് തന്നെ. ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നും വേണ്ട. പപ്സും ചായയും കുടിച്ചിട്ടോ. ഞാനൊരു കൊക്കക്കോളയാണ് കുടിച്ചത്. സാധാരണ ഞാനത് കുടിക്കാറില്ല, പക്ഷെ എന്തോ ഞാനൊന്ന് അങ്ങനെ കഴിച്ചു. വളരെ സമയമെടുത്ത് സ്ലോലി ആണ് കേട്ടോ കഴിച്ചത്. കാരണം ഡോക്ടർ വരാൻ 2 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്രേ ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സമയം അധികം സ്പെൻഡ് ചെയ്യുക ചെയ്തു. പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടെ അങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്ന്. കാരണം ശരിക്കും ഇരിക്കേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് AC ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇതിനകത്തേക്ക് വന്നതാണ്. ശരിക്കും ഇപ്പോഴേ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ബോറടി മാറ്റാനുള്ള സംഭവങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ സൈഡിൽ പോയിട്ട് കുറച്ച് സമയം ഇരുന്നു. അവിടെ കുറച്ച് നല്ല സ്പേസ് ഉണ്ടായിരുന്നു, ഫോൺ ചാർജിന് വെക്കാനുണ്ടായിരുന്നു. വീണ്ടും 1:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് സിസ്റ്റർ ഒന്ന് ഫുഡ് കഴിച്ചിട്ടെല്ലാം വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ വരുന്നു. ഞങ്ങൾ എങ്ങനെയും ഫുഡ് കഴിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കാണ്ട് പോയത്. വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മുടെ ലൈമ് വേണം തോന്നി. അങ്ങനെ ലൈമ് വാങ്ങിയിട്ട് കുടിച്ചു. ഇവിടുത്തെ ലൈം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇതിൽ കസ്കസെല്ലാം ഒരുപാട് ഇടും കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ നാട്ടിലത്തേക്കാളും നാട്ടിൽ സെയിം പ്രൈസ് തന്നെയാണ്. ഡോക്ടർ വന്നിട്ടാകുമ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ട്. എന്താ വെച്ചാൽ, ഡോക്ടർ ആദ്യം വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇവിടെ പിടിച്ച് നമ്മളെ കൈ പൊട്ടിയ സംഭവം ഉണ്ടല്ലോ, സ്റ്റീലെല്ലാം ഉള്ള സ്ഥലത്ത്, അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയെ തലയിറക്കുന്ന പോലെ ആയിരുന്നു. എനിക്ക് പേടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു കൈ സപ്പോർട്ട് എടുത്തിട്ട് കൈ സ്വയം ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എന്നോട് അങ്ങനെ സ്വയം ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, പുറത്തൊന്നും ചെയ്യേണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് എന്താ ഇനി ചെയ്യേണ്ടത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ ഈ വീഡിയോ എന്തിനു ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, നിൻ്റെ കാര്യം നമുക്ക് എന്താക്കണം, നമുക്കതൊന്നും അറിയണ്ട എന്നിങ്ങനെ പറഞ്ഞ് വരുന്ന ആൾക്കാരോടല്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എൻ്റെ വീഡിയോസ് കാണുന്ന, കമൻസ് ഇടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് പേരുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അവരോടാണ് ഞാൻ എൻ്റെ ഒരു വിശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ സമയത്തും എല്ലാവരും ഇവർ വരണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കയ്യിനെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, അതിന് കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ നിങ്ങളും ഓക്കെ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകും. അപ്പോൾ കട്ടക്ക് സപ്പോർട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.